ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എവിടെയാണെന്ന്. അതെ, ഇന്ത്യയുടെ ശ്വാസ്നഗർ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വയനാട്ടുകാരനായ അബു സലീംക്കയുടെ സ്ഥാപനമാണ് 9080. വയനാട് ജില്ലയിലെ കൽപ്പറ്റ ബൈപ്പാസിലാണ് 9080 സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് ഇതുകൂടാതെ കോഴിക്കോട്ടും ഇതേ പേരിൽ മറ്റൊരു സ്ഥാപനമുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഒരു തീം ബേസ്ഡ് ആണ്. പേര് കേൾക്കുന്നത് പോലെ 80കളിലെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതി നമുക്ക് ഇവിടെ കിട്ടും. കയറി ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് പത്തായമാണ്. പത്തായം ആദ്യകാലങ്ങളിലെ സ്റ്റോറേജാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ പ്രധാനപ്പെട്ട അതിൻ്റെ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തേക്കായിട്ട് നമുക്കെത്താം. ഇവിടെ നമ്മൾ കാണുന്നത് വാളിലൊക്കെ അവർ ചുമർ ചിത്രങ്ങളായി തൂക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളുടെ ഫോട്ടോയാണ്. എല്ലാ താരങ്ങളും ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാം. ആദ്യകാലത്തെ ഒരു വീടാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റിനായി ചൂസ് ചെയ്തത്. അവരുടെ തീമിനോട് തികച്ചും നീതി പുലർത്തുന്ന ഒരു തീരുമാനമായിരുന്നു അതെന്ന് പറയാതിരിക്കാൻ വയ്യ. ടുഡേ സ്പെഷ്യൽ ബോർഡാണ് നമ്മൾ ഈ കാണുന്നത്. 3 ഇടങ്ങളിലായി ഇരിക്കാവുന്ന ഇരിപ്പിടം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഇവിടെ നിന്നിരുന്നത് മറ്റൊരു തരത്തിലായിരുന്നു. ഒരു ക്യാബിനൊക്കെ പോലെ മറ്റൊരു ഹട്ടുകളിലായി മാറ്റിയിരുന്നു. ഇന്ന് അതിന് വലിയ മാറ്റങ്ങളൊക്കെ വന്നു. ഒരുപാട് തവണ ഇവിടെ വന്നതുകൊണ്ട് ആ മാറ്റം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. ഇവിടെ വരുമ്പോഴൊക്കെ മെനു നോക്കാതെ ഓർഡർ ചെയ്യാറുള്ളത് ഇവിടുത്തെ ബിരിയാണിയാണ്. ഇവിടെ ബിരിയാണിക്ക് വലിയ പ്രശസ്തി തന്നെ ഉണ്ട്. 3-4 തരം സൈഡ് ഡിഷുകളായി നമ്മുടെ ബിരിയാണി കടന്നു വന്നു. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ബീഫ് തീർന്നു പോയെന്ന് പറഞ്ഞു. മുൻപ് കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഇവിടുത്തേത്. ഇവിടുത്തെ ബിരിയാണി ഒരു കല്യാണ ബിരിയാണിയുമായി ഒരു സാദൃശ്യമുള്ള ഒരു ബിരിയാണിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബിരിയാണികൾ ഒന്ന് 9080 ബിരിയാണി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനു മുമ്പ് കഴിച്ച എല്ലാ സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഇഷ്ടപ്പെടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആദ്യം പപ്പടം കിട്ടിയിരുന്നു എന്നറിയില്ല. ഇപ്പോൾ പപ്പടം അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതായി കണ്ടു. പക്ഷേ പപ്പടം എനിക്ക് ബിരിയാണിയുടെ കൂടെ ഇഷ്ടമല്ലാത്തൊരു വിഭവമാണ്. ചിക്കൻ ബിരിയാണി നമ്മുടെ പ്ലേറ്റിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലുള്ളൊരു ബിരിയാണിയാണ് ഇവിടുത്തേത്. അതിൻ്റെ കൂടെ കിട്ടുന്നത് സലാഡ്, അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി, അതുപോലെ ഒരു അച്ചാർ ലെമൺ അച്ചാറാണ്. പക്ഷേ നിറം യെല്ലോ ആണ്. ചിലയിടങ്ങളിലൊക്കെ ചുവപ്പ് നിറത്തിലാണല്ലോ. ഇപ്പോൾ യെല്ലോ കുറച്ച് ഫേമസ് ആയി വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ചില റെസ്റ്റോറൻറ്റ്സൊക്കെ യെല്ലോ പ്രിഫർ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ചിക്കൻ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ചിക്കനാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു രുചി മനസ്സിലും അതുപോലെ നാവിലും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു ഫുൾ ബിരിയാണിക്ക് 180 രൂപയാണ്. പക്ഷേ 2 ഫുൾ ചിക്കൻ പീസും അതുപോലെ ഒരു ചെറിയ ചിക്കൻ പീസും അതിലുണ്ടായിരുന്നു. റൈസ് കുറച്ച് കുറവാണെന്ന് ഒരു തോന്നലുണ്ടായി. എന്നിരുന്നാലും ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി തന്നെയാണ്. ക്വാളിറ്റി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വയനാട്ടിൽ വരുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായും 9080 സന്ദർശിക്കുക. ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ ബോഡി ബിൽഡർ അബു സലീംക്കയെ പോലെ നമുക്കും ഈ ബിരിയാണിയും 9080യിലെ ബിരിയാണിയും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 9080ക്ക് കോഴിക്കോട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ വയനാട്ടിൽ വരുന്ന സമയത്ത് നിർബന്ധമായി ഇവിടെ കയറാൻ ശ്രമിക്കുക. ഇവിടുത്തെ ആംബിയൻസ് ഒരു വീട്ടിലേക്ക്, നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതീതി നമുക്കെല്ലാവർക്കും സൃഷ്ടിക്കും. ഇവിടെ വരുന്ന ആളുകളൊക്കെ തൻ്റെ സുഹൃത്തുക്കളോട്, തൻ്റെ കുടുംബങ്ങളോടൊക്കെ പറയുന്നത് ഇത് നമ്മുടെ ഒരു വീട്ടിലേക്ക് കയറി വന്ന ഒരു സ്നേഹവും കരുതലും ഒക്കെ ഇവിടെ കിട്ടി എന്നുള്ളതാണ്. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. നല്ല ഭക്ഷണം നല്ല ക്വാളിറ്റിയിൽ നല്ല ആംബിയൻസിൽ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് 9080യെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അബു സലീംക്കയുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരാതെ നമുക്കെങ്ങനെ ഇവിടെ നിന്ന് പോകാൻ കഴിയും. ഇതുപോലുള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് ഇനിയും ഒരുപാടുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബൈ. വയനാടിൻ്റെ എല്ലാ പ്രതീതിയും ഇതിൻ്റെ ചുറ്റുവട്ടത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.